വെൽക്കം ബാക്ക്. നമ്മൾ അഡ്വാൻസ് ടാക്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. സോ അഡ്വാൻസ് ടാക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അത് എപ്പോഴൊക്കെയാണ് പേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇനി ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ പ്രൊസീജിയർ എന്താണ്. അഡ്വാൻസ് ടാക്സ് നമ്മൾ അടയ്ക്കുന്ന അഡ്വാൻസ് ടാക്സ് കറക്റ്റ് ആവണം എന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ അസസിങ് ഓഫീസർ അത് കറക്റ്റായിട്ട് സ്വീകരിക്കണം എന്ന് നിർബന്ധമില്ല അല്ലേ. സോ അങ്ങനെ വരുന്ന നേരത്ത് നമ്മുടെ അഡ്വാൻസ് ടാക്സ് തെറ്റാണ്, നമ്മൾ ഇതിനേക്കാൾ കൂടുതൽ അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് അസസിങ് ഓഫീസർ നമുക്ക് നോട്ടീസ് അയക്കും. നമുക്ക് ആ നോട്ടീസിന് വേണമെങ്കിൽ റെസ്പോണ്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത്. സോ അഡ്വാൻസ് ടാക്സ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തു, അഡ്വാൻസ് ടാക്സ് എങ്ങനെയാണ് പേ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി, ഏതൊക്കെ ഡേറ്റുകളിൽ അത് പേ ചെയ്യണമെന്ന് മനസ്സിലാക്കി, അതുമായിട്ട് കയറി വരുന്ന സർട്ടൻ ടാക്സ് പോയിന്റ്സുകളും മനസ്സിലായി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ പ്രൊസീജിയറിനെ കുറിച്ച്. നോക്കി, ദ പ്രൊസീജിയർ ഫോർ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് സെക്ഷൻ 210 സബ്സെക്ഷൻ 1 പ്രകാരം നമ്മുടെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റാണ് നമ്മൾ അടയ്ക്കാൻ പോകുന്നത്. എപ്പോഴാണ്? ഏപ്രിൽ, മെയ്, ജൂൺ 15 നമ്മൾ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കണം, വേണ്ടേ? പ്രീവിയസ് ഇയറിൽ തന്നെ. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. നോക്കി, മേക്ക് ആൻ എസ്റ്റിമേറ്റ് ഓഫ് ദ കറന്റ് ഇയേഴ്സ് ഇൻകം കൺസിഡറിംഗ് ബ്രോഡ് ഫോർവേഡ് ലോസസ് ആഫ്റ്റർ ഡിഡക്ടിംഗ് ഓൾ അലവബിൾ ഡിഡക്ഷൻസ് അണ്ടർ ചാപ്റ്റർ 6A. ആൻഡ് ദ എസ്റ്റിമേറ്റ് ഈസ് നോട്ട് റിക്വയർഡ് ടു ബി ഫൈൽഡ് വിത്ത് ദ ടാക്സ് അതോറിറ്റീസ്. എത്രയാണ് നമ്മുടെ എസ്റ്റിമേറ്റ്സ് എന്താണെന്നൊന്നും വേണ്ട, ആ എസ്റ്റിമേറ്റ്സും കാര്യങ്ങളെല്ലാം നമ്മൾ എത്രയാണെന്ന് നോക്കുക. ഇനി compute the tax liability on the above estimated income at the rate in force during the financial year and reduce the rebate if any. മനസ്സിലായി? ആ ഫിനാൻഷ്യൽ ഇയറിനകത്തുള്ള ടാക്സ് ലൈബിലിറ്റിയുടെ പ്രൊവിഷൻ എത്രയാണോ അത് പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യുക. റിബേറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യുക. അതായത് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആണെന്ന് വിചാരിച്ചിട്ട് ആ ടോട്ടൽ ടാക്സ് ലൈബിലിറ്റിയുടെ സർട്ടൻ പെർസെൻറ്റേജ് എന്ന് മാത്രമല്ല പറയണേ, ആ ടോട്ടൽ ടാക്സ് ലൈബിലിറ്റി എത്രയാണോ അതിൻ്റെ പെർസെൻറ്റേജ്, അല്ലാതെ ഇൻകത്തിൻ്റെ പെർസെൻറ്റേജ് അല്ല. ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപ ഇൻകം ഉണ്ട്, ആ ഇൻകത്തിൻ്റെ പെർസെൻറ്റേജ് എടുത്ത് നിങ്ങൾ ചെയ്യരുത്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കുന്ന നേരത്ത് ആ ഇൻകം വെച്ചിട്ടുള്ള ടോട്ടൽ ടാക്സ് ലൈബിലിറ്റി കണ്ടുപിടിക്കുക, ആ ടാക്സ് ലൈബിലിറ്റിയുടെ സർട്ടൻ പെർസെൻറ്റേജ്. മനസ്സിലായോ? പിന്നെ പറഞ്ഞ എന്താ? ആഡ് സർചാർജ്, ആഡ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്, ഡിഡക്ട് TDS ആൻഡ് TCS, ആൻഡ് ദ എമൗണ്ട് സോ derived is the advance tax payable. Where the advance tax payable is 10,000 or more, an appropriate percentage there should be deposited. അതായത് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 10,000 മുകളിലാണെങ്കിൽ, ദാറ്റ് മീൻസ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റിനകത്ത് നമ്മൾ കണ്ടുപിടിക്കുന്ന എസ്റ്റിമേറ്റഡ് ടാക്സ് ലൈബിലിറ്റി തന്നെ 10,000 മുകളിൽ പോവുകയാണെങ്കിൽ നമ്മൾ ആ ടാക്സ് ലൈബിലിറ്റിയുടെ എത്രയാണോ ഫസ്റ്റ് ഇയറിലെ അല്ലെങ്കിൽ ഫസ്റ്റ് ടേമിലെ പെർസെൻറ്റേജ് അതങ്ങ് ഡെപ്പോസിറ്റ് ചെയ്യാം. മനസ്സിലായോ? ആൻഡ് ദ നെക്സ്റ്റ് വൺ, പ്രൊസീജിയർ ഫോർ സബ്സിക്വന്റ് ഇൻസ്റ്റാൾമെന്റ്. ഇത് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റാണ്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റിൽ ഇത്രയാണെന്ന് മനസ്സിലായി. ഇനി സബ്സിക്വന്റ് ഇൻസ്റ്റാൾമെന്റിന്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കേ, ചെക്ക് ഇഫ് ദ എസ്റ്റിമേറ്റ്സ് ഓഫ് ഇൻകം മെയ്ഡ് ഏർലിയർ റിക്വയർസ് റിവിഷൻ. അതായത് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റിനകത്ത് നമ്മളൊരു ടോട്ടൽ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? ടോട്ടൽ എസ്റ്റിമേറ്റഡ് ഇൻകം കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് പേ ചെയ്തിരിക്കുന്നത്? ടാക്സ് ലൈബിലിറ്റി കണ്ടുപിടിച്ച് അതിന്റെ സർട്ടൻ പെർസെൻറ്റേജ് പേ ചെയ്തിരിക്കുന്നത്. ഇനി സബ്സിക്വന്റ് ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാൻ നേരത്ത് ഈ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടോട്ടൽ ഇൻകത്തിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള റിവിഷൻ വേണോ എന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായി, അല്ലെങ്കിൽ പെട്ടെന്ന് ലോട്ടറി അടിച്ചു. സോ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ടോട്ടൽ ഇൻകം നമുക്ക് റിവൈസ് ചെയ്യേണ്ടി വരും. ആണോ? ദാറ്റ് മീൻസ് നോക്കേ, ചെക്ക് ഇഫ് ദ എസ്റ്റിമേറ്റ് ഓഫ് ഇൻകം മെയ്ഡ് ഏർലിയർ റിക്വയർസ് റിവിഷൻ വേണോ എന്ന് ചെക്ക് ചെയ്യുക. ആൻഡ് ഇഫ് നോട്ട്, ഡെപ്പോസിറ്റ് ദ അപ്രോപ്രിയേറ്റ് എമൗണ്ട് ഓഫ് സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് ഇൻസ്റ്റാൾമെന്റ് ഓഫ് അഡ്വാൻസ് ടാക്സ്. അങ്ങനെ വേണ്ടെങ്കിൽ സെക്കൻഡ്, തേർഡും ഫോർത്തും ഇൻസ്റ്റാൾമെന്റ് അങ്ങ് പേ ചെയ്യുക. ഇനി ഇഫ് എസ്റ്റിമേറ്റ് ഓഫ് ഇൻകം നീഡ്സ് റിവിഷൻ വേണമെങ്കിൽ ഇറ്റ് മേക്സ് എ റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ് ആൻഡ് കമ്പ്യൂട്ട് ദ ടാക്സ് ലൈബിലിറ്റി ദർ. എന്ത് ചെയ്യുക? ആ എസ്റ്റിമേറ്റ് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇൻകം കൂടിയെങ്കിൽ ആ കൂടിയ ഇൻകം നമുക്ക് അങ്ങ് കാണിക്കാം. ഇൻകം കുറഞ്ഞാലും കാണിക്കാം. അതിനടിസ്ഥാനപ്പെടുത്തി പുതിയ ടാക്സ് ലൈബിലിറ്റി കണ്ടുപിടിക്കുക. ഇനി എന്ത് ചെയ്യുക? ഡിറ്റർമൈൻ ദ അഡ്വാൻസ് ടാക്സ് പേയബിൾ ഇൻ ദ സബ്സിക്വന്റ് ഇൻസ്റ്റാൾമെന്റ് ആഫ്റ്റർ ഡിഡക്ടിംഗ് ദ എമൗണ്ട് പെയ്ഡ് ഇൻ ഏർലിയർ ഇൻസ്റ്റാൾമെന്റ്. എന്ത് ചെയ്യണം? പുതിയ റിവിഷൻ പ്രകാരമുള്ള ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക, ആ ഇൻകത്തിന്റെ ടാക്സ് ലൈബിലിറ്റി കണ്ടുപിടിക്കുക, ആ ടാക്സ് ലൈബിലിറ്റിക്കകത്ത് സർട്ടൻ പെർസെൻറ്റേജ്, ഇപ്പോൾ തേർഡ് ഇൻസ്റ്റാൾമെന്റ് ആണെങ്കിൽ 75% അല്ലേ. സോ റിവൈസ് ചെയ്തതിന് ശേഷമുള്ള 75% എത്രയാണെന്ന് നോക്കുക. അതിനകത്ത് ഓൾറെഡി പേ ചെയ്തിരിക്കുന്നത് നമുക്ക് അങ്ങ് മൈനസ് ചെയ്യാം. മനസ്സിലായോ? ദാറ്റ് മീൻസ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് കഴിഞ്ഞിട്ടാണ് തേർഡ് ഇൻസ്റ്റാൾമെന്റ് പറഞ്ഞത്. ആ തേർഡ് ഇൻസ്റ്റാൾമെന്റ്, ദാറ്റ് മീൻസ് ഈ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് ഇൻകം റിവൈസ് ചെയ്യേണ്ടി വന്നു. സോ ആ റിവൈസ്ഡ് ഇൻകത്തിന്റെ ടാക്സ് ലൈബിലിറ്റി കണ്ടുപിടിക്കുക, ആ ടാക്സ് ലൈബിലിറ്റിയുടെ 75% എടുക്കുക, ആ 75%ൽ നിന്ന് ഓൾറെഡി പേ ചെയ്തിരിക്കുന്നത് നമുക്ക് അങ്ങ് മൈനസ് ചെയ്ത് കളയാം. മനസ്സിലായോ? ഇനി എന്ത് ചെയ്യണം? ഡെപ്പോസിറ്റ് സച്ച് അഡ്വാൻസ് ടാക്സ്. ആ പറയുന്ന അഡ്വാൻസ് ടാക്സ് അങ്ങ് ഡെപ്പോസിറ്റ് ചെയ്യാം. സോ ഇതാണ് അഡ്വാൻസ് ടാക്സ് പേ ചെയ്യേണ്ട പ്രൊസീജിയറായിട്ട് നമുക്ക് കയറി വരട്ടെ. മനസ്സിലായോ? ഇനി നമ്മൾ അഡ്വാൻസ് ടാക്സ് പേ ചെയ്തു, ഇത് അസസിങ് ഓഫീസർ സ്വീകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉണ്ടോ? നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് അവർ വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ വരുന്ന നേരത്ത് അസസിങ് ഓഫീസർക്ക് അവരുടേതായിട്ടുള്ള പ്രൊസീജിയർ ഉണ്ട്.
ദാറ്റ് മീൻസ് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഇൻകം കണ്ടുപിടിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് അഡ്വാൻസ് ടാക്സ് എത്രയാണെന്ന് പറഞ്ഞാൽ അത് പേ ചെയ്തു, അത് അവർ വിശ്വസിച്ചില്ലെങ്കിലോ, അസസിംഗ് ഓഫീസർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലോ, ദാറ്റ് മീൻസ് ഓൺ റെസിപ്റ്റ് ഓഫ് ഓർഡർ ഫ്രം ദ അസസിംഗ് ഓഫീസർ, ഓക്കെ, the assessing officer may pass an order and issue a notice demand section under section 156 requiring the assessee to pay the advance tax. Assessing officer ക്ക് റിക്വയർ ചെയ്യാം, എന്തിനു വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓർഡർ ചെയ്യാം, നിങ്ങളുടെ അടുത്ത് അണ്ടർ സെക്ഷൻ 156 പ്രകാരം അഡ്വാൻസ് ടാക്സ് പേ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അസസിംഗ് ഓഫീസർക്ക് ഓർഡർ ചെയ്യാം, ഡിമാൻഡ് നോട്ടീസ് അയക്കാം. അതിനകത്ത് കണ്ടീഷൻ ടു ബി സാറ്റിസ്ഫൈഡ് ഫോർ ഇഷ്യൂയിങ് സച്ച് ഓർഡർ, ഈ പറയുന്ന കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ മാത്രമേ അസസിംഗ് ഓഫീസർക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ ഒരു ഡിമാൻഡ് നോട്ടീസ് അയക്കാം. ഏതൊക്കെയാന്ന് നോക്കി, the assessee has already been assessed by way of regular assessment in any previous year, മനസ്സിലായി, and the assessing officer is of opinion that such a person is liable to pay advance tax, and the third one, such order can be passed at any time during the financial year but not after the last day of February. മനസ്സിലായി, ഫെബ്രുവരി ആ പ്രീവിയസ് ഇയറിനകത്ത് ഫെബ്രുവരി ലാസ്റ്റ് ഡേ കഴിഞ്ഞിട്ട് അസസിംഗ് ഓഫീസർക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഈ പറയുന്ന പോലെ ഡിമാൻഡ് നോട്ടീസ് അയക്കാൻ പാടില്ല. ആൻഡ് ദ നെക്സ്റ്റ് വൺ, സച്ച് ഓർഡർ മസ്റ്റ് ബി മെയ്ഡ് ഇൻ റൈറ്റിംഗ്, ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ, സച്ച് ഓർഡർ ആൾസോ സ്പെസിഫൈ ദ എമൗണ്ട് ഓഫ് അഡ്വാൻസ് ടാക്സ് ആൻഡ് ദി ഇൻസ്റ്റാൾമെന്റ് ദർ ഓഫ് ടു ബി പെയ്ഡ് ബൈ ദ അസസിംഗ്, എത്രയാണ് അഡ്വാൻസ് ടാക്സ് അടക്കേണ്ടതെന്നും എത്രയൊക്കെയാണ് ഇൻസ്റ്റാൾമെന്റ് എന്നും പറഞ്ഞിട്ട് ആ ഓർഡറിനകത്ത് മെൻഷൻ ചെയ്യണം. സോ ഈ കണ്ടീഷൻസ്, ഈ പറയുന്ന 5 കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ അസസിംഗ് ഓഫീസർക്ക് സെക്ഷൻ 156 പ്രകാരം ഡിമാൻഡ് നോട്ടീസ് അയക്കാം. മനസ്സിലായി, നമ്മൾ പേ ചെയ്തിട്ടില്ലെങ്കിൽ. ഓക്കെ, ഏതൊക്കെയായിരുന്നു, ദ അസസി ഹാസ് ഓൾറെഡി ബീൻ അസസ്ഡ് ബൈ വേ ഓഫ് എ റെഗുലർ അസസ്മെന്റ് ഇൻ എനി പ്രീവിയസ് ഇയർ, ഏതെങ്കിലും ഇതിന് മുമ്പുള്ള ഏതെങ്കിലും പ്രീവിയസ് ഇയറിനകത്ത് നമുക്ക് ടാക്സ് ലയബിലിറ്റി ഉണ്ടായിരുന്നു. ആൻഡ് ദ സെക്കൻഡ് വൺ, ദ അസസിംഗ് ഓഫീസർ ഈസ് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് സച്ച് എ പേഴ്സൺ ഈസ് ലയബിൾ ടു പേ അഡ്വാൻസ് ടാക്സ്, അങ്ങനെയുള്ള ഒരാൾ ഈ ടേമിൽ അഡ്വാൻസ് ടാക്സ് പേ ചെയ്യേണ്ട ആളാണ് എന്ന് അസസിംഗ് ഓഫീസർക്ക് തോന്നിയാൽ. ആൻഡ് ദ തേർഡ് വൺ, സച്ച് ഓർഡർ ക്യാൻ ബി പാസ്ഡ് അറ്റ് എനി ടൈം, അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഓർഡർ ഇഷ്യൂ ചെയ്യാം, എപ്പോൾ, ഫെബ്രുവരി ലാസ്റ്റിന് മുമ്പ്. ആൻഡ് നെക്സ്റ്റ് പോയിന്റ്, ആ ഓർഡർ എങ്ങനെയായിരിക്കണം, മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്, ആൻഡ് സച്ച് ഓർഡർ സ്പെസിഫൈ ദ എമൗണ്ട് ഓഫ് അഡ്വാൻസ് ടാക്സ്, എത്രയാണ് അഡ്വാൻസ് ടാക്സ് എന്നും എത്രയൊക്കെയാണ് ഇൻസ്റ്റാൾമെന്റ് എന്നും ആ ഓർഡറിനകത്ത് സ്പെസിഫൈ ചെയ്യും. അതായത് നമ്മൾ അഡ്വാൻസ് ടാക്സ് അടച്ചില്ല എന്ന് വിചാരിക്കുക, അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അസസിംഗ് ഓഫീസർക്ക് നമുക്ക് നോട്ടീസ് അയക്കാം, ഡിമാൻഡ് നോട്ടീസ് അയക്കാം, അടയ്ക്കണം എന്ന് പറഞ്ഞ് ഡിമാൻഡ് നോട്ടീസ് അയക്കാം. അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. മനസ്സിലായി, ഇനി ഡിറ്റർമിനേഷൻ ഓഫ് അഡ്വാൻസ് ടാക്സ് ബൈ ദ അസസിംഗ് ഓഫീസർ, ഡിറ്റർമിനേഷൻ ഓഫ് അഡ്വാൻസ് ടാക്സ് ബൈ ദ അസസിംഗ് ഓഫീസർ. ഓക്കെ, ദ എമൗണ്ട് ഡിറ്റർമൈൻഡ് ബൈ ദ അസസിംഗ് ഓഫീസർ ഷാൾ ബി ഹയർ ഓഫ് ദ ഫോളോയിങ്. നമ്മൾ അഡ്വാൻസ് ടാക്സ് അടച്ചു, ഇപ്പോൾ അവർ ഡിമാൻഡ് നോട്ടീസ് അയച്ചു, ആ ഡിമാൻഡ് നോട്ടീസ് പ്രകാരം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഈ പറയുന്നത് പോലെ അഡ്വാൻസ് ടാക്സ് അടച്ചു എന്ന് വിചാരിക്കുക. നമ്മൾ അടച്ചതെല്ലാം കറക്റ്റ് ആവണമെന്നില്ലല്ലോ, നമുക്ക് പറ്റിച്ചൂടെ, ഇൻകം കുറച്ച് കാണിച്ചൂടെ, ഇൻകം കുറച്ച് കാണിച്ച് വളരെ കുറച്ച് ഇൻകത്തിന് മാത്രം നമുക്ക് അഡ്വാൻസ് ടാക്സ് കാണിച്ചൂടെ. സോ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഓക്കെ, ഡിറ്റർമിനേഷൻ ഓഫ് അഡ്വാൻസ് ടാക്സ് ബൈ ദ അസസിംഗ് ഓഫീസർ, നമ്മുടെ അഡ്വാൻസ് ടാക്സ് എത്രയാണെന്ന് അസസിംഗ് ഓഫീസർ ഡിറ്റർമൈൻ ചെയ്യും, എന്നിട്ട് അത് വെച്ച് കമ്പയർ ചെയ്യും. നോക്കാം, the amount determined the assessing officer shall be the higher of the following, അതായത് താഴെ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആ 2 ഹയസ്റ്റ് എമൗണ്ട് ഏതാണോ അതാണ് അസസിംഗ് ഓഫീസറിന്റെ ഒപ്പീനിയൻ പ്രകാരം നമ്മുടെ അഡ്വാൻസ് ടാക്സ്. നമ്മൾ അടച്ചതല്ല, അസസിംഗ് ഓഫീസർക്ക് സംശയമുണ്ടെങ്കിൽ ഈ പറയുന്ന 2 എമൗണ്ട് ചെക്ക് ചെയ്യാം, ആ 2 എമൗണ്ടിനകത്ത് ഹയർ ആയിട്ട് വരുന്നത് ഏത് എമൗണ്ട് ആണോ അതായിരിക്കും അസസിംഗ് ഓഫീസറിന്റെ കോൺസെപ്റ്റിനകത്ത് ഏതായിട്ട് കയറി വരണേ, ഈ പറയുന്നത് പോലെ അഡ്വാൻസ് ടാക്സ് ആയിട്ട് കയറി വരണേ, അല്ലെങ്കിൽ നമ്മുടെ ഇൻകം ആയിട്ട് കയറി വരണേ. ഞാൻ പറയുന്നത് മനസ്സിലാവണ്ടോ? അതായത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പുള്ളിക്കാരനെ പറ്റിക്കാം, ആ പറ്റിക്കുന്ന സാഹചര്യത്തിൽ പുള്ളിക്കാരന് തോന്നുകയാണ്, ഓ ഇവൻ എന്നെ പറ്റിച്ചു, ഇത്രയും രൂപയല്ല അവൻ അടയ്ക്കേണ്ടത്, ഇതിന് ഭയങ്കര ഹയർ എമൗണ്ട് ആണ് അവന് പേ ചെയ്യേണ്ടത് എന്ന് വരികയാണെങ്കിൽ അസസിംഗ് ഓഫീസറുടെ രീതിയിൽ എസ്റ്റിമേറ്റ് ചെയ്യും. അതിനെക്കുറിച്ചാണ് പറയുന്നത്. നോക്കി, ടാക്സ് ഓൺ ലേറ്റസ്റ്റ് അസസ്ഡ് ഇൻകം ആസ് പെർ ദ റെഗുലർ അസസ്മെന്റ്. മനസ്സിലായി, ലേറ്റസ്റ്റ് അസസ്മെന്റ് ആയിട്ടുള്ള ഇൻകം എത്രയാണെന്ന് നോക്കാം. ദാറ്റ് മീൻസ് റെഗുലർ അസസ്മെന്റ് പ്രകാരം ഏറ്റവും ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ആയിരിക്കാം മേ ബി, സോ റെഗുലർ അസസ്മെന്റ് പ്രകാരം ഏറ്റവും ലേറ്റസ്റ്റ് അസസ്മെന്റ് ഇൻകം എത്രയാണെന്ന് നോക്കാം. ആൻഡ് ദ സെക്കൻഡ് വൺ, ടാക്സ് ഓൺ ഇൻകം ഡിക്ലെയർഡ് ബൈ ദ അസസി ഇൻ റിട്ടേൺ റിലേറ്റഡ് ടു ദ പ്രീവിയസ് ഇയർ സബ്സിക്വന്റ് ടു ദ പ്രീവിയസ് ഇയർ ഫോർ വിച്ച് ദ റെഗുലർ അസസ്മെന്റ് ഹാസ് ബീൻ മെയ്ഡ്. കഴിഞ്ഞ പ്രീവിയസ് ഇയറുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ എത്രയാണോ റെഗുലർ അസസ്മെന്റിനകത്ത് ടാക്സ് അടച്ചിരിക്കുന്നത് ആ എമൗണ്ട്. മനസ്സിലായി, വിച്ച് എവർ ഈസ് ഹയർ, അതായിട്ട് എന്ത് ട്രീറ്റ് ചെയ്യാം, അതായിട്ട് ഏതിനെ നോക്കാം, അസസിംഗ് ഓഫീസറിന്റെ ഒപ്പീനിയൻ പ്രകാരം നമ്മുടെ ഇൻകം ആയിട്ട് കാണിക്കാം. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ പ്രീവിയസ് ഇയേഴ്സിലെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുന്നു, അതിനകത്ത് നമ്മൾ ഇപ്പോഴത്തെ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ അഡ്വാൻസ് ടാക്സിനേക്കാൾ അല്ലെങ്കിൽ അഡ്വാൻസ് ഇൻകത്തിനേക്കാൾ കൂടുതൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അസസിംഗ് ഓഫീസറുടെ ഒപ്പീനിയൻ പ്രകാരം അതാണ് നമ്മുടെ അഡ്വാൻസ് ഇൻകം.
അല്ലെങ്കിൽ അതാണ് നമ്മുടെ എസ്റ്റിമേറ്റഡ് ഇൻകം. ആ ഇൻകത്തിന് വേണം നമ്മൾ അഡ്വാൻസ് ടാക്സ് അടയ്ക്കാൻ. മനസ്സിലായി? ചിലപ്പോൾ മേ ബി നമുക്ക് അത്ര ഇൻകം ഉണ്ടാവില്ല, എന്നാൽ പോലും അസസിംഗ് ഓഫീസറിന്റെ എസ്റ്റിമേറ്റ് പ്രകാരം അതാണ് നമ്മുടെ എസ്റ്റിമേറ്റഡ് ഇൻകം. അതിന് വേണം നമ്മൾ അഡ്വാൻസ് ടാക്സ് അടയ്ക്കാൻ. സോ അത്രയും രൂപ നമ്മൾ അടച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അസസിംഗ് ഓഫീസർ നമുക്ക് ഡിമാൻഡ് നോട്ടീസ് അയക്കും. അങ്ങനെ അയക്കുന്ന സാഹചര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നോക്കി, വേർ ദ ഇൻകം എസ്റ്റിമേറ്റഡ് ബൈ ദ അസസിംഗ് ഓഫീസർ ഈസ് കറക്റ്റ്. അതായത് നമ്മൾ കൊടുത്തത് തെറ്റാ, അസസിംഗ് ഓഫീസർ പറഞ്ഞ എമൗണ്ട് ആണ് ശരി എന്ന് വിചാരിക്കുക. അഡ്വാൻസ് ടാക്സ് ടു ബി പെയ്ഡ് ബൈ ദ അസസിംഗ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഓർഡർ ഓഫ് ദ അസസിംഗ് ഓഫീസർ. സോ നമ്മുടെ തെറ്റ് നമുക്ക് മനസ്സിലായി. അഡ്വാൻസ് ടാക്സ് അല്ലെങ്കിൽ അസസിംഗ് ഓഫീസർ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് എത്രയാണോ അത് നമ്മൾ പേ ചെയ്തു. അങ്ങനെ പേ ചെയ്താൽ പിന്നീട് നമുക്കത് അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല. അസസിംഗ് ഓഫീസറിനെ വിളിച്ച് പറയുമൊന്നും വേണ്ട, നമ്മളത് അടച്ചിട്ടുണ്ടെന്നൊന്നും പറയുമൊന്നും വേണ്ട. ദാറ്റ് മീൻസ് നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതലാണ് അസസിംഗ് ഓഫീസർ പറഞ്ഞിരിക്കുന്ന ഇൻകം. ആ ഇൻകത്തിന് നമ്മൾ ടാക്സ് അടച്ചു എന്നും വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നീട് അസസിംഗ് ഓഫീസർക്ക് യാതൊരു തരത്തിലുള്ള ഇൻറ്റിമേഷനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട. And the second one, where the assessee estimates his current income to be higher than the estimated by the assessing officer. അസസിംഗ് ഓഫീസർ പറഞ്ഞാൽ തെറ്റാ, നമ്മുടെ ഇൻകം അതിനേക്കാൾ കൂടുതലാണ്. മനസ്സിലായോ? എങ്ങനെയായിരുന്നു? അസസിംഗ് ഓഫീസർ പറഞ്ഞാൽ തെറ്റാ, നമ്മുടെ ഇൻകം അതിനേക്കാൾ കൂടുതലാണെന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഓൺ ദ ബേസിസ് ഓഫ് ഹിസ് ഓൺ എസ്റ്റിമേറ്റ്, അതായത് അവർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഇൻകം ടാക്സ് നമ്മൾ പേ ചെയ്തു. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്ത് അടക്കേണ്ട? ഈ പറയുന്നത് പോലെ ഒരു തരത്തിലുള്ള ഇൻറ്റിമേഷനും കൊടുക്കണ്ട. And the third one, where the assessee estimates his current income to be lower than the estimated income of the assessing officer. അസസിംഗ് ഓഫീസർ പറഞ്ഞ ഇൻകത്തിനേക്കാൾ കുറഞ്ഞ ഇൻകമാണ് നമ്മൾ ഇപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞത് തെറ്റാ, അസസിംഗ് ഓഫീസർ പറഞ്ഞത് തെറ്റാ, നമ്മൾ അത്രയല്ല, നമുക്ക് അത്ര ഇൻകം ഇല്ല എന്ന് പറയുവാണെങ്കിൽ ഓൺ ദ ബേസിസ് ഓഫ് ഹിസ് ഓൺ എസ്റ്റിമേറ്റ്, എന്നിട്ട് നമ്മൾ അസസിംഗ് ഓഫീസർ പറഞ്ഞത് കേട്ടില്ല, നമ്മുടെ എസ്റ്റിമേറ്റ് പ്രകാരം നമ്മൾ എന്തടച്ചു? അതിന് ടാക്സ് അടച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അസസി എന്ത് ചെയ്യണം? അസസി ഷാൾ സബ്മിറ്റ് ഹിസ് ഓൺ എസ്റ്റിമേറ്റ് ഓഫ് ദ കറന്റ് ഇൻകം ടു ദ അസസിംഗ് ഓഫീസർ. ഫോം നമ്പർ 28A പ്രകാരം നമ്മളാണ് ശരി എന്ന് വരുത്തി തീർക്കാൻ അത് ആരെ ഇൻറ്റിമേറ്റ് ചെയ്യണം? അല്ലെങ്കിൽ ആർക്ക് ഇൻറ്റിമേഷൻ കൊടുക്കണം? അസസിംഗ് ഓഫീസർക്ക് ഇൻറ്റിമേഷൻ കൊടുക്കണം. മനസ്സിലായി? ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, ഇൻട്രസ്റ്റ് ഓൺ നോൺ പേയ്മെന്റ് ഓഫ് അഡ്വാൻസ് ടാക്സ്. Where an assessee fails to pay advance tax or defers the payment of advance tax on specified date shall be liable to pay the interest under section 234B and 234C. അതായത് അടയ്ക്കേണ്ട സമയത്ത് അടച്ചില്ലെങ്കിലോ അടച്ചിട്ടേ ഇല്ലെങ്കിലോ, ഇൻസ്റ്റാൾമെന്റ് ഡ്യൂ ആവുന്ന സമയത്ത് അടച്ചിട്ടേ ഇല്ലെങ്കിലോ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ അഡ്വാൻസ് ടാക്സിന് ഇൻട്രസ്റ്റ് അടക്കേണ്ടി വരും. ഏത് പ്രകാരം? സെക്ഷൻ 234Bയും 234Cയും പ്രകാരം. അത് എത്രയാണെന്ന് നമുക്ക് പഠിക്കാനില്ല, അത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനകത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് അത് എടുക്കുമ്പോൾ ഡിസ്കസ് ചെയ്യാം. സോ ഇത്രയാണ് അഡ്വാൻസ് ടാക്സിന്റെ പ്രൊസീജിയേഴ്സ്. ഇനി ചെയ്യാനുള്ളത് അഡ്വാൻസ് ടാക്സിന്റെ പ്രോബ്ലംസ് ആണ്. നമുക്ക് അടുത്ത വീഡിയോക്കകത്ത് ഏതൊക്കെയാണ് അഡ്വാൻസ് ടാക്സിന്റെ പ്രോബ്ലംസ് എന്ന് നോക്കാം. ഓക്കെ, ബൈ.